ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു ഡിഫറെന്റ് വീഡിയോ കേട്ടോ. നമ്മൾ ചെറിയൊരു ചാനൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതെ, നമ്മളിങ്ങനെ ചാനൽ റീലോഞ്ച് ചെയ്യാൻ പോവാണ്. ചെറുതായിട്ട് അതെ, പുതിയ ഡിസൈനും പുതിയ മാറ്റങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ പുതിയ രീതിയിൽ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഒരു മാറ്റം ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ. ഇത്രയും നാളും നമ്മളെ കൂടെ കൂടിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 8,000 ഹിറ്റ് ചെയ്യാൻ പോകുന്നു, എത്താൻ പോകുന്നു അല്ലേ. അപ്പൊ അത്രയും ഗ്രാജുവലി നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് വരികയാണ് നമ്മുടെ ചാനൽ. നമ്മളെ ഭയങ്കരമായ വലിയ വളർച്ചയൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മൾ സ്ലോലി പിക്കപ്പ് ചെയ്ത് വരുന്ന അതെ, നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, നമ്മൾ അഭിപ്രായം പറയുന്നുണ്ട്. ഒത്തിരി പേര് നമ്മളെ സോഷ്യൽസിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചാനലൊന്ന് റീലോഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ മൊത്തത്തിലെ കളർ തീമും ലോഗോ ഒക്കെ ഡിസൈനൊക്കെ മാറ്റി ഒന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ മുന്നേ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ആ വേൾഡ് റൗണ്ടേഴ്സ് ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാ. അപ്പം സ്കില്ല് കാണുന്ന ലോഗോ എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത സംഭവമാണ്. നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നമ്മളൊരു ചെറിയ നോളജ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിലൊന്ന് മാറ്റി ഒരാളെ കണ്ട് ആ പുള്ളിയെ കൊണ്ട് നമ്മൾ ലോഗോ റീഡിസൈൻ ചെയ്ത് പ്രൊഫഷണലി റീഡിസൈൻ ചെയ്തിട്ട് മൊത്തത്തിലെ കളർ തീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്താൽ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ അതിൽ ഹെൽപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിന്റെ കൊളീഗ്സിന്റെ ഒക്കെ ഹെൽപ്പ് ഉണ്ട് അതിൽ. ആ ഒരു റീലോഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അതാണ് നമ്മുടെ പുതിയ ലോഗോയും കളർ തീമും അല്ലേ. കണ്ടില്ലേ, നമ്മൾ നെഞ്ചത്ത് പതിച്ചിട്ടുണ്ട്. നമ്മൾ ആ കളറിലെ ടീഷർട്ടും അതിന്റെ ലോഗോ ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞ വിട്ടൊരു കളിയില്ല, മഞ്ഞ അതിനോട് നീലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലോഗോ എന്ന് പറയുന്നത് യെല്ലോ കളറിലാണ്. നമ്മളെ മുന്നേ ഉള്ള ലോഗോയിലായാലും യെല്ലോ ആയിരുന്നു അതിന്റെ തീം ഉണ്ടായത്. ഇതും നമ്മൾ യെല്ലോ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ അതിന്റെ ചുറ്റും ഒരു ബ്ലൂ കളറും ബ്ലൂവും യെല്ലോ കൂടെ ഒരു കളർ കോമ്പിനേഷൻ അല്ലേ. അതെ, നമ്മുടെ ഈ ഒരു പുതിയ ലോഗോ ഡിസൈൻ ചെയ്ത് തന്നത് ലിങ്കു എബ്രഹാം എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. പുള്ളിക്കാരൻ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണ്. ഫേമസ് ആയിട്ടുള്ള ആളാണ് ആക്ച്വലി. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ സുജിത് ഭക്തൻ ടെക് ട്രാവലീറ്റിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത പുള്ളിയായിരുന്നു. ഞങ്ങൾ ആക്ച്വലി അറിയുന്നത് അങ്ങനെയാണ്, പക്ഷെ അതൊന്നും അല്ല, വലിയൊരു പുള്ളിയാണെന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഒക്കെ ലോഗോ പുള്ളിയാണ് ചെയ്തതെന്ന് ഞാൻ അറിയുന്നത്. കൂടാതെ ഒത്തിരി ഫിലിമിന്റെ പോസ്റ്റേഴ്സും അങ്ങനെ സൂപ്പർ, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ് പുള്ളി. ചെയ്തു തന്ന കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് തന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഞങ്ങൾ ഒരു 2-3 ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചെയ്യിച്ചായിരുന്നു, വീഡിയോ കോൾ ചെയ്തു. അതെ അതെ അതെ, അല്ല നല്ല അക്കോമഡേറ്റീവ് ആയിരുന്നു. നമ്മൾ പറയുന്ന ഐഡിയാസ് ഒക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു. ഇത് വളരെ ക്വിക്കിലായിട്ട് വന്ന ഒരു സംഭവമാണ് അല്ലേ. അതുപോലെ നമ്മൾ ഈ ലോഗോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മഗ്ഗിന്റെ മുകളിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ടീഷർട്ട് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊരു എന്താ പറയാ സൊവനീർ പോലെ ഒക്കെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഈ ലോഗോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് അത് തരുന്നത്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് രണ്ടുപേരുടെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടുപേരുടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നുള്ള ഒരു കപ്പിൾ ട്രാവൽ ചെയ്യുന്നുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇതിനൊരു സ്മൈലിയുടെ ഒരു രൂപം വേണമെങ്കിൽ നമുക്ക് കാണാം, ഒരു സ്മൈലിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലത്തെ 2 ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും തല അങ്ങനെയൊക്കെയാണ്, നമ്മളിങ്ങനെ മുട്ടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റൈലിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ആ ഒരു ഡബ്ല്യൂടെ ഇങ്ങനെ റൗണ്ട് പോകുന്ന വൈൻഡിങ് റോഡ്സിലൂടെ പോകുന്ന ഒരു ഫീല്, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് അതിൽ ആ ഒരു ലോഗോയിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ലോഗോയുടെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽസിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസിന് വേണ്ടി നമ്മളൊരു ഷൂട്ട് ചെയ്തു, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. നമ്മളിവിടെ ദുബായ് ദേർ ഐലൻഡ് അല്ലേ, ദേർ ഐലൻഡിന്റെ ബീച്ചിലൊക്കെ പോയിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിരുന്നത്. അതിന് അങ്ങനെ എൻ്റെ കൊളീഗ് വിജീഷാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലോഗോ ലോഞ്ചിലുള്ള പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോഗോ ലോഞ്ചിലുള്ള അതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ ടീസർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന പരിപാടിയാണ്. ഒരു കൊമ്പ് വെച്ചാൽ മതിയാ, ഒന്ന് പിടിച്ച് ചില്ലറ കഷ്ടപ്പാടുകളല്ല. ഇതാ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇവിടുത്തെ ബീച്ചിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ. എല്ലാവരും വിചാരിക്കണ്ട ഈ കൈയോണ്ട് എന്താ കളിക്കുന്നത്, എല്ലാവരും അത് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ബീച്ചിൽ ദുബായ് ഐലൻഡ് ബീച്ചിലുള്ളത് നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ടിലാണ് നമ്മുടെ ലോഗോ ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതാ നമ്മൾ ബിജീഷ് നമ്മൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ക്യാമറ പൊക്കി കേട്ടോ.
അതുപോലെ നമ്മളെ ഈ മൊത്തത്തില് ഡിസൈൻ ആക്കി അതിനൊന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുറെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ മഞ്ചേട്ടൻ എല്ലാരും നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു ഇതിന് വേണ്ടിട്ട് നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് പോകാന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കുറച്ച് നാളായി നമ്മൾ ഇതിനു വേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മളെ സോഷ്യലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങള് ചെറിയ ചെറിയൊരു സ്നിപ്പെറ്റ്സ് ഇങ്ങനെ ഇട്ടിരുന്നു, ഇങ്ങനെ ഒരു ടീസർ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു ഡബ്ല്യൂടെ ഒരു പകുതി ഇങ്ങനെ വെച്ച് പിന്നെ ഇപ്പുറത്തെ പകുതിയൊക്കെ വെച്ച് അതൊക്കെ ലിങ്ക് ഡിസൈൻ ചെയ്ത് തന്നായിരുന്നു കേട്ടോ. ലിങ്ക് മൊത്തത്തിലെ ഫോട്ടോയും ലോഗോയും പോസ്റ്റേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. ഇതിനെ പറ്റിയുള്ള അഭിപ്രായം കമൻ്റൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പറയണം കേട്ടോ. എങ്ങനെയുണ്ട് ലോഗോ എന്നുള്ള കാര്യം, നമ്മുടെ മൊത്തത്തിലെ ഡിസൈൻ, നമ്മുടെ മൊത്തത്തിലുള്ള വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അതുപോലെ നമ്മൾ ഈ സോവനീർ ഐറ്റംസ് പറഞ്ഞില്ല, നമ്മൾ താഴെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് താഴെ ഒരു സ്റ്റോർ പോലെ കാണാൻ പറ്റും. ആ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കാണാനും വാങ്ങാനും പറ്റും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ നമ്മൾ കാണുന്നില്ലേ, ഇതൊക്കെ നമ്മൾ ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റംസ് ഗിവ് അവേ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോക്ക് കമന്റ് ഇടുന്നവരിൽ നിന്ന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു 2-3 പേർക്ക് നമ്മൾ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. ക്രൈറ്റീരിയ ഉണ്ട്, വിത്തിൻ UAE. കാരണം നമ്മൾ UAE ബേസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഇപ്പോൾ കൊറിയർ അയക്കാൻ ഞങ്ങളുടെ കയ്യിലുള്ള സാധനം, അപ്പം നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് കൊറിയർ അയക്കാൻ UAE ബേസ്ഡുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. ബാക്കിയുള്ള രാജ്യങ്ങളിലും ഇന്ത്യയിലുള്ള കേരളീയരും കേരളത്തിലുള്ളവരെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ മുന്നോട്ട് പോകുന്നതോറും നമ്മൾ അതിന്റെ ഗിവ് അവേ കാര്യങ്ങളൊക്കെ കൂടുതൽ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ കേരളത്തിലുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളും ഗിവ് അവേയും ചെറിയൊരു സാമ്പിൾ. അതെ, നമ്മളൊരു സന്തോഷത്തിന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു സംഭവം. ഈ വീഡിയോക്ക് കമന്റ് ചെയ്യുക. കമന്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ആൾക്ക് 2-3 പേർക്കാണ് നമ്മൾ ഗിവ് അവേ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ യൂട്യൂബിലുണ്ട്. ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഇതിന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്നിച്ച് തന്നെ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ ചാനലിന്റെ അടുത്ത് സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത് തന്നെ ജോയിൻ എന്നുള്ളൊരു ബട്ടൺ കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജോയിൻ എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മെമ്പർ ആവാൻ ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെറിയൊരു പേയ്മെന്റ് അതിൽ കൊടുക്കുന്നുണ്ട്. ആ പേയ്മെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നമ്മളെ വീഡിയോ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അതിൽ കുറെ ചെറിയ പക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും, പ്രയോറിറ്റി റിപ്ലൈ കിട്ടും. അതുപോലെ നമ്മൾ 3 ലെവൽ ഓഫ് എന്താ പറയാ മെമ്പർഷിപ്പ് ആണുള്ളത്. 3 ലെവലും 3 ലെവലിന് പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 ലെവലിന് പേര് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് അല്ലേ. വാണ്ടറർ, ഗ്ലോബ് ട്രോട്ടർ, പിന്നെ പാത്ത്ഫൈൻഡർ. വാണ്ടറർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലാണ്. അതിൽ നമ്മളെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോയൽറ്റി ബാഡ്ജസും അതുപോലെ പ്രയോറിറ്റി റിപ്ലൈ ടു കമന്റ്സ് ഒക്കെ ഉണ്ടാവും. സെക്കൻഡ് ലെവൽ ഗ്ലോബ് ട്രോട്ടർ കുറച്ചുകൂടെ നിങ്ങൾക്ക് പെർക്സ് കിട്ടും. പാത്ത്ഫൈൻഡർ എന്ന് പറഞ്ഞ ഒരു ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യലി നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല, നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷനും അതുപോലെ നമുക്ക് ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ജോയിൻ ചെയ്യുക അല്ലേ. ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ സ്ഥിരം ഡയലോഗുകളാണ്. ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ വീഡിയോ. സോ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ചാനൽ അപ്ഡേറ്റ്. കണ്ടില്ലേ, നമ്മുടെ പുതിയ തീമും ലോഗോ ഒക്കെ ആയിരിക്കും ഇനി നിങ്ങൾ വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ മുന്നത്തെ വീഡിയോയും ഈ ഒരു വീഡിയോയും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏതായിരുന്നു ബെറ്റർ, ഇനി ഇതിൽ കൂടുതൽ ബെറ്റർ ആക്കാനുണ്ടോ എന്നൊക്കെ എന്തെങ്കിലും ഡിസൈൻ കൂടുതൽ ആക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം. നമ്മളെ മെയിനായിട്ട് നമ്മുടെ DP അതുപോലെ ലോഗോ, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റി നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിലും, അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും നമ്മൾ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തും ഇത് മൊത്തം ചേഞ്ച് ആയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചോക്ക് ഒന്നുകൂടി കയറി നോക്കൂ. DP അതെല്ലാം കൂടാതെ നമ്മുടെ സോഷ്യൽസ് എല്ലാം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടല്ലോ. നമ്മളെ സ്ഥിരം ഡയലോഗ്, നമ്മൾ ഈ ഡയലോഗുകളൊക്കെ ഇനി മാറ്റി പിടിക്കാൻ പോവാണ്. സബ്സ്ക്രൈബ് ടു വേൾഡ് റൗണ്ടേഴ്സ്.